അപ്പോൾ നമസ്കാരം. ഇന്നൊരു സൈക്കിൾ വ്ളോഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡെയിലി റണ്ണിങ് അങ്ങനെ എന്തെങ്കിലും ഒരു പരിപാടി ഉണ്ടാവാറുണ്ട്. ഇപ്പോൾ ഒരാഴ്ചയായിട്ട് റണ്ണിങ്ങും കാര്യങ്ങളൊന്നും ഇല്ല, അതിനുള്ളൊരു സാഹചര്യമല്ല. അപ്പോൾ പിള്ളേരൊക്കെ സ്കൂളിലൊക്കെ പോയതിനു ശേഷം സൈക്കിളായിട്ട് ഇറങ്ങി കാഴ്ചകളും കാണാം. അതുപോലെ തന്നെ നമുക്ക് ഫിറ്റ്നസ്സിനായിട്ട് 1 മണിക്കൂർ സൈക്ലിംഗ് ചവിട്ടുകയും ചെയ്യാം. അപ്പോൾ അതാണ് അന്നത്തെ വീഡിയോ. അങ്ങനെ നമുക്ക് ഒരുമിച്ച് യാത്ര ചെയ്യാം. ഒരു രസം, ഇതൊക്കെ എല്ലാം ഒരു രസം എന്ന് പറയാം. പിന്നെ നമ്മുടെ സൈക്കിൾ എന്ന് പറയണത് ഞങ്ങൾ പണ്ടൊക്കെ ചവിട്ടിയിരുന്ന ഒരു വണ്ടി എന്നൊക്കെ പറയുന്നു. എൻ്റെ ശരിക്കുള്ള എന്തിട്ടാണ് അവിടെ ശരിക്കുള്ള പേര് എനിക്ക് കറക്റ്റായിട്ട് അറിയില്ല. വല്ല ഹീറോ അങ്ങനെയൊക്കെ എന്തെങ്കിലും ആയിരിക്കും. ഞങ്ങൾക്ക് ചെറുപ്പത്തിൽ പറഞ്ഞിരുന്നത് ഒരു വണ്ടി എന്ന് പറഞ്ഞിരുന്നത്. ഒരു വണ്ടി, മുക്കാൽ വണ്ടി, അരവണ്ടി എന്നൊക്കെ പറയില്ലേ, അതിൽ ഏറ്റവും വലിയ വണ്ടി. സൈക്കിളിൻ്റെ ഫോട്ടോസ് ഞാൻ ഇതിലെടുക്കാം, ലാസ്റ്റ് ആഡ് ചെയ്യാം. എൻ്റെ വീടിൻ്റെ അവിടെ നിന്ന് അങ്ങോട്ട് ഒരു മണിക്കൂർ സൈക്കിൾ ചവിട്ടണമെന്ന് കണക്കാക്കിയുള്ളത്. വീടിൻ്റെ അവിടെ നിന്ന് ഒരു 5-6 കിലോമീറ്റർ നേരെ പിടിക്കാം. പിന്നെ അവിടെ നിന്ന് തിരിച്ച് വരുമ്പോഴേക്കും ഒരു 10-12 കിലോമീറ്റർ ആവുമല്ലോ റിട്ടേൺ അടിക്കുമ്പോൾ. അപ്പോൾ അങ്ങനെയാണ് ഇന്നത്തെ പ്ലാൻ, ഫിറ്റ്നസ് ജേണി. അങ്ങനെ ഗ്രാമാന്തരീക്ഷത്തിലൂടെ സൈക്കിളിൽ പോകുമ്പോൾ ഒരു വേറെ ഫീലാട്ടോ. ഇപ്പം ഞാനൊക്കെ സൈക്കിൾ ഇതുപോലെ നാട്ടിൽ ചവിട്ടിയിട്ട് എനിക്ക് തോന്നണേ വർഷങ്ങളായിട്ടുണ്ട്. അതായത് ഗൾഫിക്കൊക്കെ പോകണമായിട്ട് പിന്നെയാണ് ഇങ്ങനെ സൈക്കിളുമായി യാത്ര ചെയ്തിട്ടുള്ളത്. പിന്നെ വന്നു കഴിഞ്ഞാൽ നമ്മൾ 2 വീലർ അങ്ങനെയൊക്കെയല്ലേ പോണത്. അപ്പോൾ ആദ്യമായിട്ടാണ് ഒരുപാട് കാലത്തിന് ശേഷം ഈ വഴികളിലൂടെയൊക്കെ സൈക്കിളുമായി യാത്ര ചെയ്യണത്. അതിൻ്റെ ഒരു ഫീൽ വേറെയാണ്. ഇന്ന് പിന്നെ മഴയില്ല, മഴ മാറിയപ്പോൾ എന്താ നല്ല വെയിലെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ സമയം 9:15 വെയിലും ചൂടും ഉണ്ട് അത്യാവശ്യം. വെയിലെന്ന് പറഞ്ഞ് നമ്മൾ മാറിയില്ല, അപ്പോഴേക്കും മഴക്കാറായി, നല്ല മഴക്കാറുണ്ട്. മിക്കവാറും തിരിച്ചെത്തുമ്പോൾ നല്ല മഴയാവുന്നുണ്ട്. വീട്ടിലേക്ക് തിരിച്ചെത്തുമ്പോൾ വെയിലൊക്കെ മാറി നന്നായി ഇരുൾ തുടങ്ങി. വെയിലെന്ന് പറഞ്ഞു എന്താ മഴ തുടങ്ങി. അപ്പോൾ സൈക്കിള് ഒരു സ്ഥലത്ത് പാർക്ക് ചെയ്തിട്ട് കടയുടെ തിണ്ണ കയറിക്കാം. ഒരപ്പം കിട്ടോ. അപ്പം മഴ കുറച്ച് ദിവസം തോർന്നു, നല്ല ഇറങ്ങാൻ പോവാ. അങ്ങനെ വെയിലെന്ന് പറഞ്ഞ് തുടങ്ങി പകുതിയിലെത്തിയപ്പോൾ നല്ല മഴ, ഗംഭീര മഴ. അപ്പോൾ കുറച്ച് നേരം കയറുന്നു, അതിനുശേഷം വീണ്ടും നമ്മൾ തുടങ്ങി. ഒരു 8 കിലോമീറ്റർ കഴിഞ്ഞു, 8.62. അപ്പം ഇനി ഒരു 2 കിലോമീറ്റർ കൂടി കഴിഞ്ഞാൽ തിരിക്കും. അങ്ങനെ വീട്ടിലേക്ക് എത്തുമ്പോഴേക്കും 21 അടിക്കും. പിന്നെ 10 കിലോമീറ്റർ കവർ ചെയ്യാമെന്ന് വെച്ചാൽ ഇറങ്ങി. പക്ഷേ നല്ല അടിപൊളിയായി തോന്നിയ കാരണം വെച്ചടിച്ചു. 21 അടിക്കാനുള്ള തീരുമാനത്തിലാണ്. വീട്ടിലേക്ക് തിരിച്ചെത്തുമ്പോഴേക്കും 21 ആവും. ഇന്നത്തെ നമ്മുടെ റൂട്ട് എന്ന് പറയണത് ആനക്കോട്ടൻ്റെ സൈഡിൽ നിന്ന് ഈ പുന്നയൂർക്കുളം ആലിത്തറ ആ സൈഡിലേക്കാണ് പോണത്. നമ്മുടെ തൃശ്ശൂരിൻ്റെ ബോർഡർ ആലിത്തറ സെൻറ്റർ. ആലിത്തറ സെൻറ്ററിന് റൈറ്റിലേക്കുള്ളൊരു വഴി കയറി ഏതാണ്ട് നമ്മുടെ ആ ഒരു സൈഡിലേക്കാണ്. എവിടേക്കാണെന്നറിയില്ല, എന്തായാലും ഇങ്ങനെ വെച്ച് ചവിട്ടാം. രാമരാജ സ്കൂൾ.
അങ്ങനെ നമ്മൾ 10 കിലോമീറ്റർ പിന്നിട്ടു കേട്ടോ. 10 കിലോമീറ്റർ പിന്നിട്ടു. സമയം 35 മിനിറ്റ്. 35 മിനിറ്റിൻ്റെ 10 കിലോമീറ്റർ പിന്നിട്ടു. റോഡൊക്കെ ശോകമുണ്ട് ഇവിടെ, ഇടവഴി ആയതുകൊണ്ടാവുന്നുണ്ട്. റൂട്ടൊന്നും വലിയ പിടുത്തല്ല കേട്ടോ. ഏകദേശം ഒരു ദിക്ക് കണക്കാക്കിയിട്ടുണ്ട് വെച്ചലക്ക. 21 41ആണോ 41 എത്തണാവോ ചവിട്ടി ചവിട്ടി. ഇന്നത്തെ റൂട്ട് എവിടേക്കൊക്കെ എത്തിയെന്ന് ഒരു പിടുത്തൂല. വീട്ടിൽ എന്നിട്ട് സ്ട്രാവയിൽ നോക്കി എടുക്കണം എവിടേക്കൊക്കെ പോയെന്നുള്ള കാര്യം. ആൾക്കാരോട് ചോദിച്ചിട്ടൊക്കെ ഇപ്പോൾ പോണത്. ഏതാ എടക്കര എന്നൊരു സ്ഥലത്ത് എത്തിയിട്ടുണ്ട് ഇപ്പോൾ. ഇനി ഇവിടുന്ന് ഞങ്ങളുടെ ഭാഗത്തേക്കുള്ള മല്ലാട്, കുരങ്ങൂര് മല്ലാട് ആ ഭാഗം പിടിച്ചിട്ടാണ്, ആ ഭാഗത്തേക്ക് ചോദിച്ചിട്ടാണ് ഇനി പോണത്. ഇത് നമ്മൾ വന്ന വഴിയിലേക്ക് കയറി. ഇനി കുഴപ്പമില്ല. 11.3 കിലോമീറ്റർ പിന്നിട്ടുണ്ട്. തുടങ്ങുമ്പോൾ നല്ല വെയിൽ, അതിനുശേഷം നല്ല മഴ, പിന്നെ മഴ തോർന്നു. അങ്ങനെ അല്ലാതെ ഉണ്ട് ഇന്നത്തെ സൈക്ലിങ്ങിൽ. വീട് പണിയുന്ന മത്തിലൊക്കെ നോക്കിയാൽ പുന്നയൂർക്കുളം സൈഡാണിത്. അടിപൊളിയായിട്ടാ, വെയിലൊക്കെ മങ്ങി നല്ല അടിപൊളി ക്ലൈമറ്റ്. മഴ മാറി. പതിനാല് കിലോമീറ്റർ പിന്നിട്ടു. അങ്ങനെ നമ്മൾ തിരിച്ച് 20 കിലോമീറ്റർ പിന്നിട്ടു. മല്ലാട് എത്തിയിട്ടാ, വീടിൻ്റെ അടുത്തെത്തി. മല്ലാട് സെൻറ്റർ. മല്ലാട് പാടം, അടുത്ത ദിവസത്തെ മല്ലാട് കള്ള് ഷാപ്പ്. മല്ലാട് പാടം പണ്ട് മാച്ചൊക്കെ കളിക്കാണ്. മാച്ച്
ആ വീട് പള്ളി. ഒരു മണിക്കൂർ 20 മിനിറ്റ് സൈക്കിളായിട്ട് 21 കിലോമീറ്റർ 21.66. അങ്ങനെ 21 കിലോമീറ്റർ സൈക്ലിങ് കഴിഞ്ഞു, തിരിച്ചെത്തി. തകർത്തു ഫസ്റ്റ് ഡേ സൈക്ലിങ്. കുറേ അറിയാത്ത സ്ഥലങ്ങളിലൊക്കെ എത്തി, റൗണ്ട് അടിച്ചിട്ട് പോകുന്നു. രസമാണ് കേട്ടോ. പിന്നെ വെച്ച് കഴിഞ്ഞാൽ നല്ല ക്ലൈമറ്റും സൂപ്പറായിരുന്നു. അതിൻ്റെ വെയിൽ മാറി മഴ പെയ്തു, പിന്നെ മഴ മാറി ഒരു മൂടിക്കെട്ടൊക്കെ ആയിട്ട് സൂപ്പറായി. സൈക്ലിംഗ് ഫസ്റ്റ് ഡേ സക്സസ്ഫുള്ളി കംപ്ലീറ്റഡ് 21 കിലോമീറ്റർ. പവർ. ഇവനാണ് നമ്മുടെ പുലി. ഇവനെ വെച്ചിട്ടാണ് നമ്മൾ 21 അടിച്ച് ഫസ്റ്റ് ഡേ. ഇനി ഇവിടെ നിന്ന് അങ്ങോട്ട് സൈക്ലിങ്ങിൻ്റെ ഒരു കളിയാണ്. ഹെർക്കുലീസിനെ വെട്ടാൻ ആരുള്ള മോനെ? പണ്ടത്തെ പുലിയാണ് വൻപുലി. ഉണ്ടല്ലേ ബെല്ലൊക്കെ ഉണ്ടല്ലേ? ഈ ബെല്ല് അപ്പോൾ ആരൊക്കെ ഈ വീഡിയോ മുഴുവൻ കണ്ടു എന്നറിയില്ല. അപ്പോൾ കണ്ടവർ നമ്മളെ സൈക്കിൾ വ്ളോഗ് ഇഷ്ടമായ ഒരു കമൻറ്റ് ചെയ്യട്ടോ. ഞാൻ ഒരുപാട് കാലത്തിന് ശേഷമാണ് സൈക്കിൾ കൊണ്ടത് നമ്മുടെ നാട്ടിലൂടെ എന്നല്ല, ഒരുപാട് കാലത്തിന് ശേഷം. ഏതാണ്ട് പഠിക്കുന്ന ടൈമിലാണ് ചവിട്ടികൾ. +2 ഒക്കെ പഠിക്കുമ്പോഴാണ് ലാസ്റ്റ് സൈക്കിൾ ചവിട്ടിയിൽ. അതിനുശേഷം പിന്നെ 2 വീലറും കാര്യങ്ങളൊക്കെ. അപ്പോൾ ഒരുപാട് വർഷത്തിന് ശേഷം നമ്മുടെ നാട്ടിലൂടെ സൈക്കിളും ഒരു കറക്കം. രസമായി. നൊസ്റ്റാൾജിയ.